ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ആർക്കാണ് നേട്ടം? അയ്യപ്പനാണോ ഭക്തന്മാർക്കാണോ നേട്ടം? അതോ അതിലൂടെ മറ്റു ചിലർ നേട്ടം കൊയ്യാനുള്ളൊരു ശ്രമമാണ്? അല്ലാതെ BJP ഹിന്ദു വോട്ടുകൾ അധികം കൊണ്ടുപോകുന്നു എന്നുള്ളൊരു പരാതി, ഒരു വിഷമം CPM-നുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്. അപ്പോൾ അത് തടുക്കാനായിട്ട് ചില ഹിന്ദു പ്രകടനം കൂടെ ആവശ്യമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കും തോന്നിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് വന്ന ഒരു വിശേഷം. സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഇങ്ങനെ മറ്റു മതങ്ങളെ പ്രീണിപ്പിച്ചാലും ഹിന്ദു മതത്തെ അങ്ങനെ പ്രീണിപ്പിക്കാറില്ല. തിരിച്ച് മറ്റു മതങ്ങളുടെ തൃപ്തി കിട്ടാൻ വേണ്ടി ഹിന്ദു മതത്തെ വിഷമിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ചില കുത്തുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത്തവണ അതിന് വിരുദ്ധമായിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തി മുൻകാലത്തെ ഏതെങ്കിലും അയ്യപ്പന്മാർക്ക് വിരോധമുണ്ടെങ്കിൽ ആ വിരോധം കൂടെ ഒന്ന് മാറ്റിയെടുത്തേക്കാമെന്ന് വിചാരിച്ചാണെന്ന് തോന്നുന്നു അയ്യപ്പ സംഗമത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ലക്ഷ്യം വോട്ട് തന്നെയാണ്, പക്ഷേ ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒന്ന്, അയ്യപ്പ സംഗമം ഇവിടെ BJP സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ, നടത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും പുകിൽ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേരിൽ സർക്കാർ തന്നെ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് ശരിയാണോ? ഇത് സർക്കാരിൻ്റെ മതേതര പ്രതിച്ഛായയ്ക്ക് ശരിയാണോ? ഇത് മതേതരത്തെ തകർക്കലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അത്തരം വിവാദങ്ങൾ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പം മറ്റു ചില വിവാദങ്ങളാണ് വരുന്നത്. ഒന്ന്, ഇത് ഹിന്ദുക്കളെ പറ്റിക്കാനാണ് എന്ന് പറഞ്ഞ് ഒരു വിവാദം നേരത്തെ തന്നെ ഉണ്ട്. അതായത് ആചാര ലംഘനം നടത്തി സ്ത്രീകളെ ഒരു VIP ട്രീറ്റ്മെൻറ്റോടുകൂടി പോലീസിൻ്റെ അകമ്പടിയോടുകൂടി സന്നിധാനത്ത് പ്രവേശിപ്പിച്ചവർ ഇപ്പം അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനാണ്? അത് ഒരു ചോദ്യം. രണ്ടാമത്, അയ്യപ്പൻ്റെ പേരിൽ അന്ന് അയ്യപ്പ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരുപാട് സ്ത്രീകളടക്കം പലർക്കും കേസുകളുണ്ട്. ആ കേസുകളൊന്നും ഇന്നും പിൻവലിച്ചിട്ടില്ല. എന്നാൽ മറ്റു പല മതങ്ങളുടെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ഉണ്ടായ കേസുകൾ എല്ലാം കാലാകാലങ്ങളിലായിട്ട് പിൻവലിച്ചിട്ടുണ്ട്. ഇത് മാത്രം പിൻവലിക്കാതെ ഇപ്പോഴും കൊണ്ടുപോകുന്നു. അത് വേറൊന്ന്. പിന്നെ ഒന്ന് പറയുന്നത്, സ്റ്റാലിൻ എന്ന് പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സനാതന ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തെ ഹിന്ദു സംഗമത്തിൽ കൊണ്ടുവരുന്നത് വീണ്ടും ഒരു ആചാര ലംഘനമായിട്ട് കൂടെ കാണേണ്ടതായിട്ടുണ്ടോ, ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ ആ സംഗമത്തെ ഒരു രാഷ്ട്രീയ തട്ടിപ്പായും ഹിന്ദുക്കളെ അപമാനിക്കലായും ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കലായും ഒക്കെ ചിത്രീകരിക്കേണ്ടത് ഉണ്ട് എന്നുകൂടി പലരും പറഞ്ഞു വയ്ക്കുകയാണ്. ഇത്തരത്തിൽ പലവിധ വിഷയങ്ങൾ അവിടെ കടന്നു വരുന്നുണ്ട്. ഇത് എന്തായാലും വരും ദിവസങ്ങളിൽ ചില രാഷ്ട്രീയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് ഹിന്ദു സംഘടനകൾ ഈ ദിവസമോ അല്ലെങ്കിൽ ഇതിന് തൊട്ടടുത്തോ സാധാരണ ഇതിപ്പോൾ VIP അയ്യപ്പന്മാരുടെ സംഗമമാണെന്നാണ് പലരും പരാതി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാ ജനങ്ങളുടെ, സാധാ അയ്യപ്പന്മാരുടെ സംഗമം ഓരോ കേരളത്തിലെ ഓരോ ജംഗ്ഷനിലോ അല്ലെങ്കിൽ ഓരോ വാർഡിലോ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലോ ഒക്കെ സംഘടിപ്പിക്കാൻ ആലോചിക്കേണ്ടതുണ്ടെന്നും അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വരികയാണെങ്കിൽ ഇത് ചില്ലറയായിട്ട് പോവില്ല. അപ്പോൾ ഇത് വലിയ ഒരു സംഗമത്തിന് പാരലൽ വേറൊരു സംഗമം എന്നുള്ള നിലയ്ക്ക് വന്നാൽ അതൊരു വലിയ വിഷയമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി ഈ അയ്യപ്പ സംഗമം മാറുമോ എന്നും പലരും ചിന്തിക്കുന്നുണ്ട്, ഇടതുപക്ഷത്തിൽ പോലും പലരും. അല്ലാതെ തന്നെ അയ്യപ്പ സംഗമം വരുമ്പോൾ മുൻകാലങ്ങളിൽ നടത്തിയ ആചാര ലംഘനം ഉൾപ്പെടെയുള്ള സർക്കാരിനോടുള്ള വിദ്വേഷം വീണ്ടും ആളിക്കത്തിക്കാനായിട്ടായിരിക്കുമോ ഇത് ഉപകരിക്കുക എന്നും ഇടതുപക്ഷത്തെ തന്നെ പലരും ശങ്കിക്കുന്നുണ്ട്. അതോടൊപ്പം ഹിന്ദു സംഘടനകൾ പലതും ഇതിന് ബദൽ ഇങ്ങനെ ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഒരു സംഗമമാണെങ്കിൽ അതിന് ബദലായി യഥാർത്ഥ ഭക്തന്മാരുടെ ഒരു സംഗമം കേരളമൊട്ടാകെ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ കേരളത്തിലൊരു മഹാസംഗമം, ഇതിപ്പോൾ 3000 പേരെ മറ്റാണെന്ന് തോന്നുന്നു, അല്ലല്ലാതെ അതിൻ്റെ 100 ഇരട്ടിയോ ഒക്കെ വരുന്ന അല്ലെങ്കിൽ വലിയൊരു സംഗമം സംഘടിപ്പിച്ചാൽ എന്താ എന്നുമൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ റേഞ്ച് മറ്റൊന്നായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാകുമോ എന്ന് ഇടതുപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ അവരുടെ അനുഭാവികൾ ചിന്തിക്കുന്നത് ശരിയായി വരുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കും. പക്ഷേ ഇതിനകത്ത് വൻ ലക്ഷങ്ങൾ
ചെലവഴിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത്. അതെ. അപ്പം എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇതെന്തോ അവിടെ പിന്നെ സെമിനാർ നടത്തുമോ, ഗവേഷണ പ്രബന്ധം വല്ലതും അല്ല, അവതരിപ്പിക്കുമോ? അതാണ് പലരും ചോദിക്കുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് അങ്ങനെ പണമെടുത്ത് ഒരു പിന്നെ വിഭാഗത്തിൻ്റെ മാത്രം, ഹിന്ദുവിൻ്റെ മാത്രം അങ്ങനെ ഒരു സംഗമം നടത്തുന്നത് ജനാധിപത്യത്തിനും അതുപോലെ തന്നെ മതേതരത്വം എപ്പോഴും പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും ശരിയാണോ? അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരങ്ങനെ ചെയ്യാമോ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെയുള്ള ചോദ്യം കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ തന്നെ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതിന് പുറമെ താങ്കൾ ഈ പറഞ്ഞ പോലെ ഇത്ര വലിയ തുക ചെലവഴിച്ചിട്ട് എന്ത് ആണ് സംഗമത്തിൻ്റെ റിസൾട്ട്, അതുകൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, അതും ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു അപ്പീസ്മെൻറ്റ്, അതായത് ഒരു വിഭാഗത്തിനെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനുമുള്ള ഒരു നടപടിയായി വരികയില്ലേ? എനിക്ക് തോന്നുന്നു ഈ ശബരിമലയെ ഇവർ മാർക്കറ്റ് ചെയ്യുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ഒരുപാട് വലിയ സാധ്യതകൾ അങ്ങോട്ട് കാണുന്നുണ്ട്. കാരണം ഈ മറ്റ് ചില നിക്ഷേപക സംഗമം അതുപോലെ ഒന്നാക്കി തീർക്കുമോ എന്നാണ് സംശയം. ഈ പമ്പയിലെ ക്ഷേത്രങ്ങളുണ്ട്. ഈ പമ്പയിലെ ക്ഷേത്രങ്ങൾ നിത്യവും തുറക്കുന്നതാണ്, നിത്യപൂജയുണ്ട്. പമ്പ വരെ എന്നും ആർക്കും ചെല്ലാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ നിന്ന്, KSRTC ഡിപ്പോകളിൽ നിന്ന് ദിവസവും പമ്പയ്ക്ക് സർവീസുണ്ട്. തിരുവനന്തപുരത്തു നിന്നും, കൊട്ടാരക്കരയിൽ നിന്ന്, എറണാകുളത്തു നിന്നും, കോട്ടയത്തു നിന്നും, പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ ഉണ്ട്. അവിടെ പോസ്റ്റ് ഓഫീസുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, ഇതെല്ലാം പ്രവർത്തിക്കുക. അപ്പോൾ അവിടെ വരെ ഈ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്ന തരത്തിലേക്ക് സർക്കാർ മാറുമോ എന്നൊരു സംശയമുണ്ട്. അല്ല, അത് ഒരു അജണ്ടയാണ്. അതായത് സർക്കാർ ഖജനാവിലേക്ക് പണം വരുന്നതിനുള്ള ഒരു മാർഗമാക്കി കൂടി അയ്യപ്പനെ ഉപയോഗിക്കുന്നോ, അങ്ങനെ ഒരു പ്രചരണ ആയുധമായോ അല്ലെങ്കിൽ ഒരു ടൂറിസം കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണോ, അതും ആചാരത്തിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നതാണോ, ഒരു കൊമേഴ്സ്യൽ വൽക്കരണം, വാണിജ്യവൽക്കരണം അതിൻ്റെ പിന്നിലുണ്ടോ എന്നുമൊക്കെ ഉള്ള പരാതികളുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം സർക്കാർ തന്നെ പുറത്തുവിടേണ്ടതാണ്. സർക്കാർ തന്നെ ഇതിനൊരു ഉദ്ദേശ ശുദ്ധിയെ ഒന്ന് ജനങ്ങൾക്കിടയിൽ അറിയിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പലരും, നിഷ്പക്ഷരായിട്ടുള്ള പലരും അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പിന്നെ പലരും പല വിധത്തിലുള്ള കഥകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാൽ അതൊരു പക്ഷേ നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സമാധാന അന്തരീക്ഷത്തിന്, സാമുദായിക അന്തരീക്ഷത്തിനൊക്കെ ലംഘനം വരുമോ, കോട്ടം വരുമോ എന്നൊക്കെ ചിന്തകളും ഉണ്ട്. കാരണം ഈ പമ്പ വരെ യുവതികൾക്കും പ്രവേശിക്കാം. അതെ, കാരണം അവിടുന്നാണല്ലോ പിന്നീട് അങ്ങോട്ട് മാത്രമേ യുവതികൾക്ക് പ്രവേശിക്കാത്തവർക്ക് തടയുന്നുള്ളൂ. അപ്പം ഈ പറഞ്ഞ തരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില സാധ്യതകളിലേക്കാണോ സർക്കാരിൻ്റെ നീക്കമെന്നും, അതാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞത്, എന്തോ ഒരു അജണ്ട ഇവർക്കുണ്ടോ എന്നുള്ളതാണ്. അല്ല, ഇപ്പോഴത്തെ അജണ്ടയിൽ അങ്ങനെ സ്ത്രീകളെ കൊണ്ടുവരുന്നത് ഉണ്ടാവാൻ വഴിയില്ല. കാരണം ഇനി 2 തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഒരിക്കൽ കൈപൊള്ളിയതാണ് ഇടതുപക്ഷത്തിന്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വിഷയമായത് അയ്യപ്പൻ്റെ ആരാധന കേന്ദ്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചു എന്ന് ആചാരലംഘനം നടത്തിയെന്നുള്ളതാണ്. അത് BJP ആണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചതെങ്കിലും അതിൻ്റെ വോട്ട് കൊയ്തതെന്ന് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന് തൂത്തുവാരി സീറ്റ് പിടിക്കാൻ, പാർലമെൻറ്റിലേക്ക് സീറ്റ് പിടിക്കാൻ ഉപകരിച്ചു. പക്ഷേ ഇനി വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അസംബ്ലിയുമാണ്. അവിടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ വന്നാൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് മറ്റാരേക്കാളും ഇടതുപക്ഷ നേതാക്കൾക്കും മന്ത്രിമാർക്കും ഒക്കെ നല്ലപോലെ അറിയാം. അപ്പോൾ ഇതൊരു എന്തെങ്കിലുമുള്ള പോറലുകൾ മാറ്റാനുള്ള ഒരു ശ്രമമായിട്ട് ഇപ്പോൾ തൽക്കാലം നിൽക്കുകയുള്ളൂ. അടുത്ത ബാക്കി അജണ്ടകൾ പിന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയുന്നത്. ഇതിനകത്ത് സ്റ്റാലിൻ വരെ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതെ, സ്റ്റാലിൻ്റെ വരവ് ചിലപ്പോൾ വലിയ പ്രതിഷേധമുണ്ടാക്കാം. അതിന് ബദൽ സംഗമങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. എങ്കിൽ അത് കേരളമൊട്ടാകെ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറാൻ സാധ്യതയുണ്ട്. മത വിഷയവും രാഷ്ട്രീയ വിഷയവും ദൈവ വിഷയവും അയ്യപ്പ വിഷയവും ഒക്കെ വീണ്ടും ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഉണ്ട്.